പൊതുരംഗത്ത് നിൽക്കുന്ന നേതാക്കൾ, സിനിമാ താരങ്ങൾ പല രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെടാറുണ്ട്. സൈബർ ഇടത്തിലെ അധിക്ഷേപങ്ങളുടെ അവസാന ഇരയായിരുന്നു KJ ഷൈൻ. പക്ഷേ ഷൈനിന്റെ കാര്യത്തിൽ സാധാരണയിൽ നിന്നൊരു മാറ്റം കണ്ടു. അത് മിന്നൽ വേഗത്തിലുള്ള പോലീസിന്റെ നടപടിയായിരുന്നു. ആദ്യത്തെ പരാതിയിൽ മൊഴിയെടുത്തു. എന്നിട്ടും KM ഷാജഹാൻ നിർത്തിയില്ല. അധിക്ഷേപിക്കുന്ന, താറടിച്ച് കാണിക്കുന്ന വീഡിയോകൾ വീണ്ടും വീണ്ടും ചെയ്തു. രണ്ടാമതും KJ ഷൈൻ പരാതി നൽകി. നടപടി വന്നു. കസ്റ്റഡി, പിന്നെ അറസ്റ്റ്. ഇതായിപ്പോൾ ഉപാധികളോടെ ജാമ്യവും. നമ്മൾ പറയാറുണ്ട്, ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ കയ്യിലുള്ള എല്ലാവരും മാധ്യമ പ്രവർത്തകരാണെന്ന്. കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചിത്രീകരിക്കാം, ആർക്കും എന്തും എഴുതാം. ചില യൂട്യൂബ് ചാനലുകൾ അതിന് ഉദാഹരണവുമാണ്. ഷാജഹാന്റെ വീട്ടിൽ ചോദ്യം ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. KM ഷാജഹാന്റെ ഭാര്യയാണ് കണ്ടത്. മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ് ചിത്രീകരിക്കരുത് എന്ന്. എന്തുകൊണ്ടാണ് KJ ഷൈനിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ക്യാമറ തിരിച്ചുവെച്ചപ്പോൾ ഈ അവകാശം KM ഷാജഹാന് തോന്നാഞ്ഞത്? ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഷൈനിനെ ചോദ്യം ചെയ്യാം. കുറവുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. അതിനപ്പുറം ക്യാമറയുമായി മഞ്ഞക്കഥകൾ എഴുതി വിടുമ്പോൾ ഇനി ഓർക്കണം, നടപടി ഉണ്ടാകുമെന്ന്.